എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു നല്ല കയ്യടി ഇങ്ങ് കിട്ടിയാൽ തുടങ്ങാമായിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, വണ്ടി ഓടുന്നതിന് മുമ്പേ ബ്രേക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താ. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ പരിപാടിയിൽ വന്നതിന് ശേഷം എന്നെ 1-2 പരിപാടികൾ വിളിച്ച് ആദരിച്ചു. ഒരു പരിപാടിയിൽ നിന്ന് എനിക്ക് പൂവ്, പൊന്നാട, മാല 1001 രൂപയും കിട്ടി. അടുത്ത ഒരു ക്ലബിലെ എന്നെ വിളിച്ച് ആദരിച്ചു. പൂവില്ല, കമ്മിറ്റിക്കാരൻ്റെ പൂസ് മാത്രമേ ഉള്ളൂ. പൊന്നാടയില്ല, യവൻ്റെ അടുത്തുനിന്ന് ബ്രാൻഡിയും റമ്മും കൂടെ മിക്സ് ചെയ്തടിച്ച വാട മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, ഈ പൂ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരണല്ലോ എന്ന് കരുതി ഇവരാണെങ്കിൽ അന്തിക്കള്ളിൽ ഓടിച്ചെന്ന് കുറച്ച് കാട്ടുവെള്ളം പറിച്ചുകൊണ്ട് വന്ന് ഈ കാട്ടുവള്ളിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു റീത്തായിട്ട് വെച്ചിട്ട് എൻ്റെ തന്ന് നിന്നിട്ട് പറഞ്ഞു, ഇത് മതി വാശാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പരിപാടിയായിട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഈ സാധനം എൻ്റെ നെഞ്ചത്ത് വെച്ചോളൂ എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. നീ ചെമ്പരത്തിപ്പൂ ഒഴികെ ബാക്കി എന്തെങ്കിലും ഒരു പൂ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി എൻ്റെ അടുത്ത് വെച്ചോ, ഞാനതൊരു ആദരവായിട്ട് സ്വീകരിച്ചോളാം. ചെമ്പരത്തിപ്പൂ മാത്രം വെക്കരുത്, കാരണം അതുമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നാൽ വീട്ടുകാരെന്നെ വണ്ടി പിടിച്ച് ഉടനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഉളമ്പാറയ്ക്ക്. പിന്നെ നിങ്ങളുടെ ഈ കയ്യടി കാണുമ്പോൾ, നിങ്ങളുടെ ഇത് കാണുമ്പോൾ എനിക്ക് ഒരു തേപ്പ് കഥ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തേയില്ല. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചനെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചെന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പെങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ പിന്നെ വിളിക്കാവുള്ളൂ, അക്ഷരം മാറ്റി വിളിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിലും ശകലം നേരം 16 കൊല്ലം സഹാറ മരുഭൂമി കിടന്നവന് ഒരു 10 മിനിറ്റ് ഏസിക്കത്തിരുന്ന് കരുതി ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. പൊന്നു പെങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞു. ആദ്യ ദിവസം വിളിച്ചു, സെക്കൻഡ് ദിവസം വിളിച്ചു, 7ാം പൊക്കം വിളിച്ചു. എൻ്റെ 7ൻ്റെ എന്നല്ല, ഈ പെണ്ണെന്നെ വിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ 7ൻ്റെ അന്ന് എന്നെ വേറൊരു കമ്പനിക്കാരൻ വിളിക്കാൻ തുടങ്ങി. അവയെ കൂടെ പഠിക്കുന്ന പെണ്ണിനെയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തൻ എന്നെ വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണ്ട, ഒരു കുപ്പി വെക്കാടി മുമ്പിൽ ഇരിപ്പുണ്ട് എന്ന് കരുതി കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, സ്കോച്ച് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എവരും വിളിയില്ല, എവളും വിളിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി മറ്റ് സ്റ്റാൻഡിലോട്ട് പോയി. അല്ലെങ്കിൽ എൻ്റെ മുറ്റത്ത് നിന്ന തേക്ക് മറ്റാമ്പിള്ളേർ വെട്ടിക്കൊണ്ട് പോയി. ഇനി എനിക്ക് പെര പണിയണമെങ്കിൽ തേക്കുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. എന്നെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണെന്നെ കല്യാണം വിളിച്ചു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. എന്നാണെങ്കിലും എൻ്റെ 5 സെൻറ്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും നിനക്ക് ഒരു പെരയും കൂടി ഉണ്ടായല്ലോ, വളരെ സന്തോഷം. അങ്ങനെ ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ വളരെ നിലവാരമുള്ള കുറച്ച് ആൾക്കാർ ഈ അടുത്ത കാലത്ത് വിളിക്കാൻ തുടങ്ങിയത്, ഞാൻ ഈ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ പരിപാടി വന്നപ്പം എന്നെ തപ്പി ഒരു നല്ല സാധനം വന്നത് ഈ പ്രമോയാണ്. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ്, അമ്മേ ഇങ്ങനെ പ്രമോ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അവിടെ ഇരിക്കത്തേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ എവിടെ തണ്ടി തിരിഞ്ഞു നടന്നാലും ആരെങ്കിലും കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എത്തുമെന്ന് പറയും. അപ്പം ആദ്യം പ്രമോ വന്നു, ഇനി പ്രമോയുടെ അളിയൻ വരും, അപ്പം വരും, ഓരോ ആൾക്കാർ വരും. ആരും ഇവൻ എവിടെ ചുറ്റിക്കറങ്ങി നടന്നാലും പൈസ കൊടുക്കാനുണ്ടെന്ന് കരുതി ആരും കരുതി എത്തുമെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, ഇതിങ്ങനെ ഒരു വൺസ് അപ്പോൺ എ ടൈമിൻ്റെ വീഡിയോയാണ്, ഇത് അമ്മയൊന്ന് കാണണം, ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയും. അപ്പം ഞാൻ ഈ സ്നേഹേഷുമായിട്ട് പഞ്ചഗുസ്തി പിടിച്ച് തോക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ. ആദ്യം തന്നെ തോൽവിയാണല്ലോടാ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, അതിനൊന്നും കുഴപ്പമില്ല, നല്ല ഒരു കല്യാണത്തിന് നമ്മളെ വിളിച്ചു, നമ്മൾ പരമാവധി ചോറ് സാമ്പാറും കഴിച്ചോളുക. നമുക്ക് ചോറ് ഇറങ്ങിയല്ലെന്ന് കാണുമ്പം വിളിച്ചോര് തന്നെ നമ്മളെ ഇറക്കി വിട്ടോളും. പിഷാടി ചേട്ടാ, നിങ്ങൾ പെണ്ണ് കണ്ടിട്ടുണ്ടോ? പെണ്ണ്
ഞാനോ ഒരെണ്ണം കണ്ടു. നോയിച്ചേട്ടാ പെണ്ണ് കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ പെണ്ണ് കണ്ടിട്ടില്ല. ചുമ്മാ ചോദിച്ചാ. മറ്റുള്ളവന്റെ പേരെ തീ പിടിച്ചെന്ന് കേൾക്കുമ്പോ ആർക്കും ഒരു സന്തോഷം. ഞാനിങ്ങനെ പെണ്ണ് കാണലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്മാവന്റെ മകൻ പെണ്ണ് കാണാൻ വേണ്ടി പെണ്ണ് കാണുന്നത് ഭയങ്കര പെണ്ണുങ്ങൾ ഒത്തിരി കാലത്തിന് ശേഷം കാണുന്നത്. അപ്പം ഇവനേക്കാളും ശകലം കിളി പോയ മറ്റൊരമ്മാവനാണ് കൂടെ പോണത്. അമ്മാവൻ പറഞ്ഞു, എൻ്റെ പൊന്നുമാനെയും വലത്തുകാല് വെച്ച് മുന്നോട്ട് ഇറങ്ങരുത്. എൻ്റെ ഒരു അനുഭവം വെച്ച് പെണ്ണും പിള്ള വല്ലവൻ്റെയും കൂടെ പോകുന്നു. ഇടത്തുകാല് വെച്ച് വേണമെങ്കിൽ ഇറങ്ങിക്കൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെടിയും പുകയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇടത്തുകാല് വെച്ച് ഇറങ്ങിക്കോളാം. ഇവന് അമ്മാവൻ്റെ വക ഉടുപ്പ്, അപ്പൻ്റെ വക ഷർട്ട്, ഇതല്ല പാൻറ്, കോട്ട്, ഇതെല്ലാം ഇട്ട് ഇവൻ പെണ്ണ് കാണാൻ വേണ്ടി ചെന്നു. കാറ് പിടിച്ച് വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങി, ഇടത്തുകാല് വെച്ചിറങ്ങി. അപ്പം ഏതാണ്ട് ഈ കാമദേവൻ്റെ അനുഗ്രഹം പോലെ എന്തോ ഒരു സാധനം മേത്തോട്ട് വീണു. അപ്പം കറണ്ട് അടിച്ചതാണോ, ഇനി പൂർവ്വ കാമുകൻ കല്ല് വെച്ചെറിഞ്ഞതാണോ, എന്നതാണെന്നൊന്നും ഒരു പിടുത്തവുമില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇത് കൂട്ട് ഒരു ചെറിയ കാട്ടുനീർ എന്ന് പറയും, ഞങ്ങളുടെ പല സൈഡിലൊക്കെ ഉണ്ട്. ഈ കാട്ടുനീറിൻ്റെ പൊതി മേത്തോട്ട് വീണതാ. അപ്പം ഇനിയിപ്പം അത് മുന്നോട്ട് പോകല്ലാണ്ട് ഇനി പാൻ്റഴിക്കണം, കോട്ടഴിക്കണം. അമ്മാവൻ വന്നു, അമ്മായി വന്നു, എല്ലാം അഴിച്ച് ഇവനാണെങ്കിൽ കാട്ടുനീറിൻ്റെ കടിയും കൊണ്ട് ആകെപ്പാടെ നിൽക്കുക. അപ്പം എല്ലാം അഴിച്ച് പിറക്കി അമ്മാവൻ വന്നു, അമ്മായി വന്നു. ഒരു തരത്തിൽ ഇവനൊരു പെണ്ണ് കണ്ടു എന്ന് കരുതി ശകലം നാരങ്ങ വെള്ളവും കുടിച്ച് നീറിൻ്റെ കടിയും കണ്ട് വീട്ടിൽ പോയി ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ വക ചോദ്യം, ആശാനെ പെണ്ണ് കണ്ടു എന്ന് ചോദിച്ചു. പെണ്ണ് മാത്രമേ ഇനി പഞ്ചായത്തിൽ കാണാനുള്ളൂ, ബാക്കിയുള്ള സർവ്വമാന ആൾക്കാരും കണ്ടു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്ന് പോയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്ന ഒരു നല്ല കാലം മാത്രം നേർന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. താങ്ക് യു.